ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ BHIC 107 എന്ന് പറയുന്ന നിങ്ങളുടെ പേപ്പറിലെ നമ്മുടെ യൂണിറ്റ് 4 ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എന്നാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡൽഹി സുൽത്താനേറ്റും അതിന്റെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഉലാമ അതുപോലെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി വന്നു. അപ്പൊ ഇന്ന് നമുക്ക് നോക്കാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ഭരണകാര്യങ്ങളാണ് അല്ലെ? ഭരണകാര്യങ്ങൾ. അപ്പൊ ഈ ചാപ്റ്ററിലും നമുക്ക് ഒരു 5 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലാതെ ഈ ടെക്സ്റ്റ് മുഴുവൻ പഠിക്കണമെന്ന് ഒരിക്കലും ഞാൻ നിങ്ങളോട് പറയില്ല. കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് എന്താണോ അത് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി. ടെക്സ്റ്റ് കാണുമ്പോൾ, ടെക്സ്റ്റിന്റെ വലിപ്പമൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. എങ്ങനെ പഠിക്കും, എവിടെ തുടങ്ങും, അങ്ങനെയൊക്കെ ഉള്ള ഒരു ടെൻഷനിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്, എനിക്കറിയാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കാനുള്ളത് ഈ ടെക്സ്റ്റ് മുഴുവൻ പഠിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. മൊത്തത്തിൽ നമുക്ക് പഠിച്ചെടുക്കുക ഒരു അറിവ് എന്താണ്, തീരുന്നില്ല, സമുദ്രം പോലെ കിടക്കുവാണ്. അതുകൊണ്ട് എല്ലാം നമുക്ക് വേണ്ട, അതിനകത്ത് ഉള്ള ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് നോക്കുക. മാക്സിമം ഈ ഒരു പോർഷൻ കഴിഞ്ഞതിന് ശേഷം പ്രീവിയസ് ഹിസ്റ്ററി അതുപോലെ ആ ക്വസ്റ്റ്യൻ പേപ്പറൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളത് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അതും ചിലപ്പോൾ അതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളായിരിക്കാം, ഒരു വൺ വേർഡ് ആയിരിക്കാം. അത് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. പഠിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. ഓക്കെ, എങ്കിൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റും അല്ലെങ്കിൽ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ വേറെ ഒന്നിനെ കുറിച്ച് ടെൻഷൻ ആവണ്ട. ഇപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. യൂണിറ്റ് 4 അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ, ഭരണകാര്യങ്ങളെ കുറിച്ചാണ്. അതായത് ഡൽഹി സുൽത്താനേറ്റിലെ ഭരണകാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനായിട്ടുള്ളത്. ഡൽഹി സുൽത്താനേറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതാണ് ധാരാളം ഭരണാധികാരികൾ കൊണ്ട് സമ്പൽ സമൃദ്ധിയായിരുന്ന ഒരു പ്രദേശമായിരുന്നു. ഡെക്കാൻ വരെ വ്യാപിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് പഠിക്കാനായിട്ട് കുറെ ഉദ്യോഗസ്ഥരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഒരു 8-10 ഉദ്യോഗസ്ഥരെ കുറിച്ച്, അവരുടെ എന്താണ് അവർക്ക് കൊടുത്തിരുന്ന ഡ്യൂട്ടീസ്, അവർക്ക് കൊടുത്തിരുന്ന റെസ്പോൺസിബിലിറ്റീസ്, അതൊക്കെ നമുക്ക് നോക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇതിൽ നോക്കാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ എന്താണ് ഇക്ത. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ പഠിക്കാതെ പോവുകയും ചെയ്യരുത്. ഈ ഒരു ടെക്സ്റ്റിനകത്ത് നിങ്ങൾ പഠിക്കാനുള്ളത് ഇക്ത ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇക്ത സിസ്റ്റം, അത് നമുക്ക് നോക്കാനായിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് മുക്തി വാലി അല്ലെ, മുക്തി വാലി, അതുപോലെ തന്നെ ഷാഹിബ് ദിവാൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പോസ്റ്റൽ സിസ്റ്റം, പർഗാനകൾ, വില്ലേജ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. വീണ്ടും നമുക്ക് ഭരണ സൗകര്യത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫർഗാനകളായിട്ടും വില്ലേജുകളായാലും മുക്തികളായാലും വാലികളായിട്ടും ഒക്കെ തിരിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ ചാപ്റ്ററിലും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പേപ്പറിലായിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിച്ച് ഇരിക്കുക. പഠനം തുടങ്ങാത്തവർ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങുക. അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട, എല്ലാം നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് വീണ്ടും തുടങ്ങാം. എന്താണ് ഇവിടെ നോക്കിക്കേ, നിങ്ങളുടെ 93 പേജ് നമ്പർ 93 സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ അണ്ടർ ദ ഡൽഹി സുൽത്താനേറ്റ്. ഓക്കെ, സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ അണ്ടർ ദ ഡൽഹി സുൽത്താനേറ്റിന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു എന്നാണ്. ദ റോയൽ ഹൗസ് ഹോൾഡ് അവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടായിരുന്നോ? റോയൽ ഹൗസ് ഹോൾഡ്. ഇറ്റ് വാസ് റോയൽ ഹൗസ് ഹോൾഡ് വേർ ദ ബിസിനസ് ഓഫ് സ്റ്റേറ്റ് വാസ് കണ്ടക്ടഡ് ബൈ ദ സുൽത്താൻ. രാജകീയ അധികാരം കണ്ടക്ട് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അതിന്റെ പരമാധികാരം ആർക്കായിരുന്നു? നമ്മുടെ സുൽത്താനായിരുന്നു. ഓൾ ഡിസ്കഷൻസ് ആൻഡ് ഡെലിബറേഷൻസ് ആൻഡ് ഡിസിഷൻ വെർ ടേക്കൺ പ്ലേസ് അറ്റ് ദ സുൽത്താൻ ഹിയർ. ഏതൊരു കാര്യങ്ങൾ എടുക്കുന്നതായാലും ഡിസ്കസ് ചെയ്യുന്നതും ഒക്കെ ആരാണ്? സുൽത്താനാണ്. അതല്ലേ പരമാധികാരം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സോവർണിറ്റി എന്ന് പറയുന്ന കാര്യം എന്താണ്? പവർ എന്ന് പറയുന്ന കാര്യം എന്താണ്? എല്ലാ കാര്യങ്ങളുടെയും എന്താണ് ടേക്കൺ പ്ലേസ്, ഒരു ഡിസിഷൻ എടുക്കുന്നതൊക്കെ ആരാണ്? നമ്മുടെ സുൽത്താനാണ്. ഫോർ ദ എഫിഷ്യന്റ് വർക്കിംഗ് ദ Pilthora and officials performing duties with extreme precision. ഇദ്ദേഹത്തെ സഹായിക്കാൻ, ഭരണത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ ഭരണകാര്യങ്ങൾ എക്സ്ട്രീം ലെവലിൽ, എക്സ്ട്രീം എന്ന് പറയുമ്പോൾ എന്താണ്, ഏറ്റവും ഉയർന്ന നിലയിൽ വരെ അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ഭരണാധികാരികളെ സഹായിക്കാൻ ധാരാളം ആൾക്കാർ, ഡ്യൂട്ടി ചെയ്യാനുള്ള കുറെ ആൾക്കാർ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് ഓരോരുത്തരായിട്ട് നമുക്ക് ആദ്യം പരിചയപ്പെട്ടു. ആദ്യത്തെ ആരാണ്? വക്കീൽ-ഇ-ദാർ. എന്താണ് വക്കീൽ-ഇ-ദാർ? പേര് പറയുമ്പോൾ വക്കീലാണെന്നൊക്കെ വിചാരിക്കും. നമുക്ക് നോക്കാം എന്താണെന്ന്. വക്കീൽ-ഇ-ദാർ എന്ന് പറഞ്ഞാൽ ലുക്ക്ഡ് ആഫ്റ്റർ എൻറ്റയർ ഹൗസ് ഹോൾഡ് മൊത്തം അല്ലെ, വീട്ടുകാര്യങ്ങൾ മൊത്തം നോക്കിയിരുന്ന നോക്കിയിരുന്ന വ്യക്തിയാണ് ആര്? വക്കീൽ-ഇ-ദാർ എന്ന് പറഞ്ഞാൽ. ആൾ അലോവൻസസ് ആൻഡ് സാലറീസ് ടു സുൽത്താൻ, പേഴ്സണൽ സ്റ്റാഫ് വെയർ ഡിസ്ട്രിബ്യൂഷൻ ബൈ ഹിം. ശ്രദ്ധിച്ചിരിക്കുക, ഓൾ അലോവൻസസ് ആൻഡ് സാലറീസ്. അതായത് സാലറീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ശമ്പളങ്ങളും അലവൻസും ഒക്കെ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത് ആരുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ്? നമ്മുടെ ഈ വക്കീൽ-ഇ-ദാറാണ്. അദ്ദേഹമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ബാക്കിയുള്ളവർക്ക് വിധിച്ചു കൊടുക്കുന്നത്. ഓൾ ദ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ റോയൽ ഹൗസ് ഹോൾഡ്, റോയൽ കിച്ചൺ, സ്റ്റേബിൾസ്, ഇവൻ അവേഴ്സ് ആൻഡ് റോയൽ ചിൽഡ്രൻ, ക്യൂൺസ് വെയർ അണ്ടർ ഹിം.
രാജകീയ അടുക്കള, അതുപോലെ അവിടുത്തെ കാര്യങ്ങള്, അവിടെ കുട്ടികള്, റോയൽ ചിൽഡ്രൻസ്, ക്യൂൻസ്, റാണി, ഇവരെല്ലാം ഈ ഉദ്യോഗസ്ഥന്റെ കീഴിലായിരുന്നു. അതായത് ഇവരെ സംരക്ഷിക്കാനുള്ള ഡ്യൂട്ടി ആർക്കായിരുന്നു? ഈ വക്കീലിദാറിനാണ്. ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, വക്കീലിദാർ എന്ന് പറയുമ്പോൾ എന്താണ്? ഹൗസ് ഹോൾഡ് മൊത്തം, ഹൗസ് ഹോൾഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? രാജകീയ കാര്യങ്ങൾ മൊത്തവും ആരുടെ അണ്ടറിലായിരുന്നു? നമ്മുടെ ഈ വക്കീൽ. കാരണം മെയിൻ സെൻട്രൽ ആരുണ്ട്? സുൽത്താനുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ മെയിൻ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന റോയൽ, ഇവിടെ പറയാം റോയൽ കിച്ചൺ അല്ലെ, അടുക്കളയിലുള്ള കാര്യങ്ങൾ വരെ നോക്കിയിരുന്ന വ്യക്തി ആരായിരുന്നു? നമ്മുടെ വക്കീലിദാറാണ്. ഇവിടെ പറയുന്നുണ്ട് ഫസ്റ്റ് ആൻഡ് ഓർഡേഴ്സ് ആണ്, അത് ഓൾ മാറ്റേഴ്സ് ടു ബി റിപ്പോർട്ടഡ് ടു ദ കിങ് മസ്റ്റ് റീച്ച് ടു ഹിം ഫസ്റ്റ് ആൻഡ് ഓൾ ഓർഡേഴ്സ്. ഏതൊരു കാര്യം ഉണ്ട് എങ്കിലും ആദ്യം ആരെ അറിയിക്കണം? കിങ്ങിനെ അറിയിക്കും മുമ്പേ ആരെ അറിയിക്കണം? നമ്മുടെ കിങ്ങിനെ അറിയിക്കും മുമ്പ് മസ്റ്റായിട്ട് ആരെ അറിയണം? ഇദ്ദേഹത്തെ അറിയിക്കണം. ഫസ്റ്റ് ആൻഡ് ഓൾ ഓർഡേഴ്സ് പാസ്റ്റ് ഫസ്റ്റ് എൻഡേർഡ് ഗോഡ് രജിസ്റ്റേർഡ് ദിയർ വ്യൂ ഡിസ്ട്രിബ്യൂട്ട്. അതായത് കിങ്ങിനെ കാണണമെങ്കിലും ഇദ്ദേഹം അനുമതി കൊടുക്കണം. മനസ്സിലാവുന്നുണ്ട്? ആദ്യം ഇയാള് എന്ത് ചെയ്യുന്നു? ഇയാളോട് വന്ന് സംസാരിക്കണം, എനിക്ക് കിങ്ങിനെ കാണണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമാണ് അതിന് എന്ത് കൊടുക്കുന്നത്? ഒരു സൊല്യൂഷൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടതിന് ശേഷം മാത്രമാണ് ആരെ കാണാൻ കഴിയുക? കിങ്ങിനെ കാണാനായിട്ട് കഴിയുക. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓൾ മാറ്റേഴ്സ്, ഏതൊരു കാര്യം ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യാനുള്ളത്, കിങ്ങിനോട് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ആരെയാണ് ആദ്യം അറിയിക്കാനുള്ളത്? നമ്മുടെ ഈ വക്കീലിദാറിനെയാണ് എന്ത് ചെയ്യാനുള്ളത്? അറിയിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അദ്ദേഹം ആരെ അറിയിക്കും? കിങ്ങിനെ അറിയിക്കും. ഹി ഹാസ് റിയൽ സെൻസ് ഓഫ് ഡെപ്യൂട്ടി സുൽത്താൻ. സുൽത്താന്റെ ഒരു എന്താണ് റിയൽ സത്യസന്ധനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. ഓക്കെ, അതവിടെ പറഞ്ഞ റിയൽ സെൻസ് ആസ് ദ ഡെപ്യൂട്ടി സുൽത്താൻ ഇറ്റ് വാസ് ഹിസ് ഡ്യൂട്ടി ടു കീപ് ഇൻഫോംഡ് സുൽത്താൻ ഹാസ് അഫയേഴ്സ് ഓഫ് റിയൽ. സത്യസന്ധമായിട്ട് അല്ലെ, സത്യസന്ധമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, അദ്ദേഹം ഡ്യൂട്ടി ഭരണകാര്യങ്ങൾ ചെയ്യണം. ഇറ്റ് വാസ് ഹിസ് ഡ്യൂട്ടി കീപ് ഇൻഫോംഡ് അഫയേഴ്സ് ഓഫ് റിയൽ. പിന്നെ ഇവിടെ സിൻസ് ഹാഡ് ഡീൽ ഡയറക്ട്ലി വിത്ത് ദ സുൽത്താൻ, ക്യൂൻ, പ്രിൻസസ് and other officials directly. He needed extremely efficient and tractful. Naib-e-Wakil-Dar worked his assistants. അതായത് ഇദ്ദേഹത്തെ സഹായിക്കാൻ, നമ്മുടെ ഈ വക്കീൽദാറിനെ സഹായിക്കാൻ ആരുണ്ടായിരുന്നു? നായിബ്-ഇ-വക്കീൽദാർ അല്ലെ, നായിബ്-ഇ-വക്കീൽദാർ എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ ഈ വക്കീൽദാറിനെ സഹായിക്കാനായിട്ട്, ഭരണത്തിൽ സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്നു. ഈസി അല്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് വക്കീൽദാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ എന്താണ്? ഇവിടുത്തെ ഹൗസ് ഹോൾഡിന്റെ കാര്യങ്ങൾ, റോയൽ രാജകീയപരമായ കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്തത് ആരാണ്? ഈ വക്കീൽദാറാണ്. രാജകീയ അടുക്കള, അതുപോലെ സ്റ്റേബിൾസ്, അതുപോലെ തന്നെ ഒരു ക്യൂൻ, അതുപോലെ നമ്മുടെ റാണികൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികള് അല്ലെ, ഇവരുടെ എല്ലാ കാര്യങ്ങളും എന്താണ് മൈന്യൂട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയിക്കേണ്ടത്. അത് ഒരു മാറ്റർ ഉണ്ട് എങ്കിൽ അത് ഇദ്ദേഹത്തെ അറിയിച്ചിട്ടാണ് ആരുടെ അടുക്കലേക്ക് എത്തുന്നത്? നമ്മുടെ കിങ്ങിന്റെ അടുക്കലേക്ക് എത്തുന്നത്. അപ്പൊ ഇതെല്ലാം നോക്കാനുള്ള ഡ്യൂട്ടി ആർക്കാണ്? നമ്മുടെ ഈ വക്കീൽദാറിനാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇദ്ദേഹത്തിനെ സഹായിക്കാൻ ആരുണ്ടായിരുന്നു? നായിബ്-ഇ-വക്കീൽദാർ ഉണ്ടായിരുന്നു. എളുപ്പമാണ്. ഓക്കെ, അടുത്തത് നോക്കിക്കേ, അമീർ-ഇ-ഹാജിബ്. പേരുകളൊക്കെ കുറച്ച് വലുതാണ്. അമീർ-ഇ-ഹാജിബ് എന്ന് പറയുമ്പോൾ വ്യക്തിയുടെ ഡ്യൂട്ടി എന്താണ്? ചീഫ് ചാമ്പർലൈൻ. അതിന്റെ അർത്ഥം എന്താണ്? ആൾസോ നോൺ ആസ് ബാർബെക് വാസ് ദ മാസ്റ്റർ ഓഫ് ദ സെറിമണീസ് ഓഫ് റോയൽ കോർട്ട്. രാജകീയ കോടതിയിലെ ചടങ്ങുകളുടെ അധിപനാണ്. രാജകീയ കോടതി ഉണ്ടല്ലോ, ഒരാള് തെറ്റ് ചെയ്താൽ അദ്ദേഹത്തിന് ശിക്ഷിക്കുന്ന ഒരു കോടതി അവിടെ ഉണ്ട്, രാജകീയ റോയൽ കോർട്ട് ഉണ്ട്. ആ റോയൽ കോർട്ടിലെ ചടങ്ങുകളുടെ അധിപനായിരുന്നു ആര്? നമ്മുടെ ഇവിടെ അമീർ-ഇ-ഹിജാബ് എന്ന് പറയുന്നത്. അതാണ് ചീഫ് ചാമ്പർലൈൻ എന്ന് പറയുന്നത്. ചീഫ് ചാമ്പർലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? അദ്ദേഹത്തെ നോണസ് ബാർബെക്, അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരെന്താണ്? ബാർബെക് എന്നാണ്. ഈ മാസ്റ്റർ ഓഫ് സെറിമണീസ് അറ്റ് ദ റോയൽ കോർട്ട്, റോയൽ കോർട്ടിലെ സെറിമണികളുടെ അധിപനായിരുന്നു ആര്? നമ്മുടെ അമീർ-ഇ-ഹാജിബ് എന്ന് പറയുന്നത്. There were other minor officials also. He looked placement nobles and the court to their ranks. അത് റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ എന്ത് ചെയ്യുന്നത്? നോബിൾസിനെ, പ്രഭുക്കന്മാരെ എന്ത് ചെയ്യുന്നത്? നിയമിക്കുന്നത്. ഹി വാസ് അസിസ്റ്റൻസ് ബൈ ദ നമ്പർ ഓഫ് ഹാജിബ്സ്. ഇദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാൻ ആരുണ്ട്? ധാരാളം ഹാജിബ്സ് ഉണ്ട്. വേറൊന്നുമല്ല, നമ്മൾ ഇവിടെ തന്നെ ഒരു വലിയൊരു വക്കീലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാനായിട്ട് കൂടെ കുറെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഇദ്ദേഹത്തെ ഹി വാസ് അസിസ്റ്റഡ് ബൈ ദ നമ്പർ ഓഫ് ഹാജിബ്സ്. No one could meet emperor without being introduced by petitions, and Sultan passed through Amir Hajib. Absence of Sultan used his deputy captain. ഇദ്ദേഹത്തിന്റെ അഭാവം ഉണ്ട് എങ്കിൽ, ഇദ്ദേഹം അവിടെ ഇല്ല എങ്കിൽ, അമീർ-ഇ-ഹാജിബ് ഇല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ രാജാവിന്റെ പെറ്റീഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്?
ബാക്കി കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു, പരിചരിക്കാനായിട്ട് അല്ലെങ്കിൽ അതെല്ലാം ചെയ്തു കൊണ്ടുപോകാനായിട്ട് കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു. എ ഫ്യൂ ഹാജിബ്സ് വെയർ ആൾസോ സുൽത്താനേറ്റ് അറ്റൻഡൻസ്. ധാരാളം ഹാജിബ്സ് നമ്മുടെ സുൽത്താന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കാനുള്ള വേറൊന്നല്ല, എന്താണ് നോക്കുക, നേരത്തെ വക്കീൽ ഇതാറ് നമ്മൾ പഠിച്ചു. ഇവിടെ പഠിക്കാനുള്ള ചീഫ് ചാമ്പറൽ, അതായത് രാജകീയ കോടതിയിലെ ചടങ്ങുകളുടെ എന്താണ് അധിപനെയാണ് എന്ത് വിളിക്കുന്നത്, അമീറി ഹാജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, രാജകീയ കോടതിയിലെ എന്താണ് ചടങ്ങുകളുടെ അധിപൻ, സെറിമണികളുടെ എന്താണ് അധിപനെയാണ് എന്ത് വിളിക്കുന്നത്, നമ്മുടെ അമീർ ഇ ഹാജിബ് എന്ന് വിളിക്കുന്നത്. അടുത്തത് വ്യക്തി ആരായിരുന്നു? അടുത്തൊരു ചെറിയൊരിതാണ്, എന്താണ്, നഗദ് ആൻഡ് നുഖ്ബ. പേര് നോക്കിക്കേ, നഗബ് ആൻഡ് ഉൾ നുഖ്ബ വാസ് in charge of proclaiming all orders of the sultan among the noble soldiers and the common masses. His place was front of the door. അതായത് ഡോറിന്റെ ഫ്രണ്ടിൽ നിൽക്കുക. അതായത് നമ്മളിവിടെ പറയുന്ന സെക്യൂരിറ്റിക്കാരന്റെ ആ ഒരു പവറാണ്, ഡോറിന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് അതായത് വരുന്നവരെ ലീഡിങ് ആൻഡ് ഓഡിയൻസ് ഹാൾ, വരുന്ന രാജാവിന്റെ സദസ്സിലോട്ട് വരുന്ന ആൾക്കാരെ ഓഡിയൻസ് ഹാളിലോട്ട് എന്ത് ചെയ്യുന്നത്, ലീഡ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ സ്ഥാനം എവിടെയാണ്, ഡോറിന്റെ പുറത്താണ്. അങ്ങനെ നിർത്തുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണ് എന്ത് വിളിക്കുന്നത്, നഖ്മിൻ ആൻഡ് നുഖ്ബ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നഖ്മിൻ ആൻഡ് നുഖ്ബ എന്ന് വിളിക്കുന്നത്. ഇറ്റ് വാസ് ഡ്യൂട്ടീസ് സെക്രമെന്റ്സ് ആൻഡ് എൻറ്റർ ഇൻ ദ കോർട്ട്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ത് ചെയ്യുന്നുണ്ട്, കോർട്ടിലും കാര്യങ്ങളും ഉണ്ട്. അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആ ഒരു കൊട്ടാരത്തിന്റെ ഫ്രണ്ടിൽ ആ ഡോറിന്റെ അടുത്താണ്. കാരണം വരുന്നവരെ എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിയൻസ് ഹാളിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ ഈ നഖ്മിനെ നുഖ്ബ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താണെന്ന് മാത്രം ഒന്ന് എന്ത് ചെയ്യുക, ആരൊക്കെയാണ്, ആരുടെ ഡ്യൂട്ടീസ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത് സർ ജന്തർ ആൻഡ് സർ സിൽഹന്തർ. നോക്കിക്കേ, സർ ജന്തർ ആൻഡ് സർ സിലഹ്തർ എന്ന് പറഞ്ഞാൽ ആരാണ്, സുൽത്താന്റെ ബോഡി ഗാർഡ്സ് ആണ്. സുൽത്താന്റെ ബോഡി ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലാക്ക് ഹാൻഡ്സ് എന്നൊക്കെ പറയുന്ന പോലെ സുൽത്താന്റെ ബോഡി ഗാർഡ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, ജന്തർ എന്ന് വിളിക്കുന്നത്. സുൽത്താന്റെ ബോഡി ഗാർഡിനെയാണ് എന്ത് വിളിക്കുന്നത്, ജന്തർ. ആൻഡ് ഹിറ്റ്സ് ഹെഡ് വാസ് നോൺ എസ് സർ ജന്തർ. ഈ ജന്തറിന്റെ എന്താണ് ഹെഡിനെ എന്ത് വിളിക്കുന്നു, സർ ജന്തർ എന്ന് വിളിക്കുന്നുണ്ട്. ഹി നീഡഡ് ടു ബി യങ് മാൻ, ചാമിങ്, റെസ്പോൺസിബിലിറ്റി, പേഴ്സണാലിറ്റി. ഇദ്ദേഹത്തിന്റെ എങ്ങനെയായിരിക്കണം, ഇദ്ദേഹത്തിന്റെ രീതികൾ എങ്ങനെയായിരിക്കണം, യങ് മാൻ ആയിരിക്കണം. അല്ലെ, ഒരു ബോഡി ഗാർഡ് എന്ന് പറയുമ്പോൾ ഒരടി കൊടുത്താൽ എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു ഗട്സ് വേണ്ടേ. അല്ല, ഒരടിയിൽ തന്നെ താഴെ എന്ത് ചെയ്യുന്നു, വീണ് കിടക്കുന്ന ഒരാളെ ബോഡി ഗാർഡ് എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. ഇവിടെ പറയുന്നുണ്ട് യങ് മാൻ ആയിരിക്കും. ഈ ചാമിങ് പേഴ്സണാലിറ്റി നല്ല വ്യക്തിത്വമുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കണം. എക്സ്പോർട്ട് സോൾജിയർ, അല്ലെ, പട്ടാളത്തിൽ നല്ല എക്സ്പേർട്ട് ആയിരിക്കണം. ആൻഡ് എബോ ഓൾ ദ മോസ്റ്റ് ലോയൽ, ട്രസ്റ്റ് ആൻഡ് നോബിൾ. പ്രഭുക്കന്മാർക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയണം. ട്രസ്റ്റ് എന്ന് എന്താണ്, വിശ്വസിക്കാനായിട്ട് കഴിയണം. ജന്തോസ് വെയർ ലാർജ്ലി റിക്രൂട്ടഡ് ഫ്രം the trusted and loyal slaves. ബാൽബൻ റിക്രൂട്ടിംഗ് സിസ്റ്റം അത് നമുക്ക് വേണ്ട. അടുത്ത് നോക്കിയേ, നമ്മളിപ്പോ നോക്കിയ ആരാണ്, സർ ജന്തർ എന്ന് പറഞ്ഞ, ഒന്നുകൂടെ നോക്കിയേ, ജന്തർ എന്ന് പറഞ്ഞ ആരാണ്, സുൽത്താന്റെ ബോഡി ഗാർഡിനെയാണ് എന്ത് വിളിക്കുന്നത്, ജന്തർ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഹെഡിനെ എന്ത് വിളിക്കുന്നു, സർ ജന്തർ എന്ന് വിളിക്കുന്നു. അവിടെ രീതി എങ്ങനെയാണ്, യങ് മാൻ ആയിരിക്കണം, ചാമിങ് പേഴ്സണാലിറ്റി ആയിരിക്കണം, എക്സ്പോർട്ട് സോൾജേഴ്സ്, അല്ലെ, സൈന്യത്തിൽ നല്ല എക്സ്പേർട്ട് ആയിരിക്കണം, പിന്നെ ട്രസ്റ്റ്ഫുൾ ആയിരിക്കണം, വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരിക്കണം നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് സിൽഹദർ എന്ന് പറയുമ്പോൾ എന്താണ്, വേർ അതർ ഫുള്ളി ആംഡ് സോൾജേഴ്സ് ആണ്, അല്ലെ, നല്ല സൈനിക ബലത്തിലുള്ള ഒരാളെയാണ് എന്ത് വിളിക്കുന്നത്, നമ്മുടെ സിൽഹദർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇൻചാർജ്, അദ്ദേഹത്തിന്റെ ഇൻചാർജിനെ വിളിക്കുന്ന പേരാണ് സർ സിൽഹദർ. മനസ്സിലായോ? അദ്ദേഹത്തിന്റെ ഹെഡിനെ വിളിക്കുന്ന പേരെന്താണ്, സർ സിൽഹദർ. ദ സ്റ്റുഡ് ബിസൈഡ് സുൽത്താൻ നേക്ഡ് സോൾസ്. ഇവർ എപ്പോഴും എങ്ങനെയായിരിക്കണം, നല്ല വാള്, അല്ലെ, നേക്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഉറയിൽ നിന്ന് ഊരിയ എന്താണ് വാൾ അവരുടെ കൈകളിൽ എപ്പോഴും എന്ത് ചെയ്യണം, ഓഡിയൻസിന് മുമ്പ് എന്ത് ചെയ്യണം, കാണണം, അല്ലെ. ദേർ വെയർ ജനറലി ടു സർ സിൽഹർ ആൻഡ് ഈച്ച് വിങ്. രണ്ട് വിങ്ങുകളിലും ഇങ്ങനെയുള്ള രണ്ട് ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്യും, കൊട്ടാരത്തില് ഇരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കാം. ഇനി അമീർ ഈ മാജിൽസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് പാർട്ടീസിലോ സുൽത്താന്റെ പ്രൈവറ്റ് പാർട്ടിയിലുള്ള ഒരു വ്യക്തിയാണ് ആര്, അമീർ ഇമാജിസ്. ജസ്റ്റ് ഇത് ഒന്ന് നോക്കിയാൽ സർ ജന്തറും സർ സിൽഹന്തറും എന്താണ്, സർ ജന്തർ എന്ന് പറഞ്ഞാൽ എന്താണ്, സുൽത്താനാണ്, അല്ലെ, ബോഡി ഗാർഡ് ആണ്. അദ്ദേഹത്തിന്റെ ഹെഡിനെ വിളിക്കുന്ന പേരാണ് സർ ജന്തർ, അല്ലെ. അല്ലാത്ത വ്യക്തിയെ വിളിക്കുന്ന പേരെന്താണ്, ജന്തർ. എങ്ങനെയായിരിക്കണം രീതികള്, ചാമിങ് ആയിരിക്കണം, നല്ല റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം, നല്ല പേഴ്സണാലിറ്റി ആയിരിക്കണം, നല്ലൊരു സോൾജേഴ്സ് ആയിരിക്കണം, പിന്നെ എന്താണ്, ട്രസ്റ്റഡ് ആയിരിക്കണം, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കിയ വ്യക്തി ആരായിരുന്നു,
സർ സിൽഹദർ അല്ലെ. സർ സിൽഹദർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിൽഹദർ എന്ന് പറഞ്ഞാൽ ഒരു ആംഡ് സോൾജേഴ്സ് ആയിരിക്കണം. അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹത്തിന്റെ ഹെഡിനെ വിളിച്ച പേരാണ് എന്താണ്? സർ സിൽഹദർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു രീതികൾ എങ്ങനെയായിരിക്കണം? നേക്കഡ് ആയിരിക്കണം. ഒരു വാൾ എടുത്തിട്ട് അതിനെ എന്താണ് ഉറയിൽ നിന്ന് ഊരിയ ആ ഒരു തിളങ്ങുന്ന വാൾ എപ്പോഴും അവരുടെ കൈകളിൽ ഉണ്ട്. അതാണ് അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നുണ്ട് അമീർ മജിൽസ്, അദ്ദേഹം എന്താണ് നമ്മുടെ പ്രൈവറ്റ് പാർട്ടീസിൽ, സുൽത്താൻ പ്രൈവറ്റ് പാർട്ടിയിലും ഉള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത് ദിവാനി വിസ്രത്ത്. എന്താണ് ദിവാനി വിസ്രത്ത് എന്ന് പറയുന്നത്? ദിവാനി വിസ്രത്ത് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫിഗർ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ. കേന്ദ്രീകൃത ഭരണത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയെയാണ് എന്ത് വിളിക്കുന്നത്? ദിവാൻ ഇ വിസ്രത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദിവാൻ ഇ വിസ്രത്ത് എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ, നമ്മുടെ കേന്ദ്രീകൃത ഭരണത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് എന്ത് വിളിക്കുന്നത്? ചീഫ് മിനിസ്റ്റർ. ഓക്കെ, നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പോലെ അല്ലെ, ചീഫ് മിനിസ്റ്ററെയാണ്, CM എന്ന് പറയുന്ന പോലെ ചീഫ് മിനിസ്റ്ററെയാണ് എന്ത് വിളിക്കുന്നത്? ദിവാൻ ഇ വിസ്രത്ത് എന്ന് പറയുന്നത്. ഒരു മന്ത്രി അല്ലെ, മുഖ്യമന്ത്രിയാണ് എന്ത് വിളിക്കുന്നത്? ദിവാൻ ഇ വിസ്രത്ത് എന്ന് പറയുന്നത്. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, കേന്ദ്രീകൃത ഭരണം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ത്രൂ ഹി വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആണ്. ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് അത് തലവനായിട്ടിരിക്കുക. ഈ എക്സസൈസ് ജനറൽ സൂപ്പർവൈസർ അതോറിറ്റി ആൻഡ് അതേഴ്സ്, നല്ല ഒരു അതോറിറ്റി അല്ലെ, ഒരു അധികാരമുള്ള വ്യക്തിയായിരിക്കണം. ദി എൻറ്റയർ ഫിനാൻസ് അണ്ടർ ദ ജുറിസ്ഡിക്ഷൻ, നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം എന്തുണ്ടായിരിക്കണം? അവർക്കെല്ലാം ഒരു റോൾ ഉണ്ടായിരിക്കണം. ദ വിസ്രത്ത് ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് റവന്യൂ അല്ലെ, ഇവരാണ് ഈ ദിവാൻ ഇ വിസ്രത്ത് ആണ് എന്ത് ചെയ്യുന്നത്? കളക്ഷൻ ഓഫ് റവന്യൂ കളക്ട് ചെയ്യാനും, പിന്നെ എന്താണ് കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ, കീപ്പ് അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? കണക്കും കാര്യങ്ങളും നോക്കുന്നത്. പിന്നെ സാലറീസ് അലോട്ട് ചെയ്യുന്നത്, റവന്യൂസ്, ഇക്താസ് ഇതെല്ലാം കൊടുക്കുന്നത്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുന്ന ആരാണ്? ദിവാൻ ഇ വിസ്രത്ത്. ശരിയല്ലേ? നമുക്ക് ഇവിടെ എങ്ങനെയല്ലേ മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ കൂടെ നിൽക്കുന്ന ആൾക്കാരല്ലേ ഇവിടെയുള്ളവർക്ക് റവന്യൂ കളക്ട് ചെയ്യുന്നതായാലും മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൽ ഉണ്ടായിരുന്നത്. ദിവാൻ ഇ വിസ്രത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ചീഫ് മിനിസ്റ്ററെയാണ് എന്ത് വിളിക്കുന്നത്? ദിവാൻ ഇ വിസ്രത്ത് എന്ന് പറയുന്നത്. ചീഫ് മിനിസ്റ്ററെയാണ് എന്ത് വിളിക്കുന്നത്? ദിവാൻ ഇ വിസ്രത്ത് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ്? സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. സെൻട്രൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. ത്രൂ ഹി വാസ് വൺ ഓഫ് ദ 4 ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് അല്ലെ. ഇവിടെ പറയുന്നുണ്ട് ധാരാളം എന്താണ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്നു നമ്മുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഈ എക്സസൈസ് ജനറൽ സൂപ്പർവൈസർ അതോറിറ്റി അതായത് നല്ലൊരു അധികാരം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. വിസ്രത്ത് ഓർഗനൈസ് കളക്ഷൻ ഓഫ് റവന്യൂ കളക്ട് ചെയ്യുന്നു. റവന്യൂ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നുണ്ട്. എക്സസൈസ് കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ അല്ലെ, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓവർ എക്സ്പെൻഡിച്ചർ അമിതമായ ചെലവിനെ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ അക്കൗണ്ട്സും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇനി ദ വാസിർ വാസ് ജനറലി സ്റ്റൈൽഡ്. സദർ അലി ലേറ്റർ വാസ് നോൺ ആസ് ഹോജ ജഹാൻ. മനസ്സിലാവുന്നുണ്ട്? അത് വരച്ചിട്ട് പഠിച്ചോണം. ദ വാസിർ വാസ് ജനറലി സ്റ്റൈൽഡ്. സദർ അലി നോൺ ആസ്, അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? ഹോജ ജഹം എന്നാണ് അറിയപ്പെടുന്നത്. There were 2 types of വാസിസ്. 2 തരത്തിലുള്ള വാസിസ് ഉണ്ട്. വാസിർ എന്താണ് താഫിസും വാസിർ ടാംഫിസും. ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. വേറെ നമുക്ക് അതിൽ വലുതായിട്ടൊന്നും പറയണ്ട. 2ാമത്തെ പാരഗ്രാഫ് 3ാമത്തെ പാരഗ്രാഫ് നോക്കിയേ. ദ പേഴ്സൺ ഓഫ് ഹൈ ക്യാരക്ടർ, ട്രസ്റ്റ് ആൻഡ് ഗ്രേറ്റ് നോളജ് അല്ലെ, വേർ അപ്പോയിന്റഡ് ടു ഓഫീസ്. നല്ല ഹൈ ക്യാരക്ടർ ആയിരിക്കണം, ട്രസ്റ്റ് ചെയ്യണം. ട്രസ്റ്റ് എന്ന് എന്താണ്? വിശ്വസിക്കാൻ പറ്റണം. ഗ്രേറ്റ് നോളജ് ഉണ്ടായിരിക്കണം. ഗ്രേറ്റ് നോളജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? നല്ല അറിവുണ്ടായിരിക്കണം. വേർ അപ്പോയിന്റഡ് ടു ഓഫീസ് അല്ലെ. ദ അറ്റ്മോസ്ഫിയർ ഗ്രേറ്റ് ഇൻ വാസിർ നീഡഡ് ടു ഇൻഫോം അലേർട്ട് കോട്ട് അപ്പ് ഹാപ്പനിങ് ആക്ഷൻസ് ആൻഡ് നോബിൾസ്. മറ്റെല്ലാ കാര്യങ്ങളും ഒരു അലേർട്ട് ആയിരിക്കണം. ഒരു മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. അലേർട്ട് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കണം എന്ത് ചെയ്യുള്ളത്? നിലകൊണ്ട് പോകാനുള്ള. വേറൊന്നുകൊണ്ട് നിങ്ങൾ മുഖ്യമന്ത്രി മാത്രം ഓർത്ത് വയ്ക്കുക. മുഖ്യമന്ത്രിക്ക് ധാരാളം ഡ്യൂട്ടീസും അതുപോലെ കർത്തവ്യങ്ങളും കടമകളും ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്, ദിവാൻ ഇ വിസ്രത്തിൽ പറയുന്നത്. ഇനി നായിബ് അൽ മുൽക്ക് അല്ലെ. നായിബ് അൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ മമാലിക്കട്ട് എന്നും പറയുന്നുണ്ട്. മമാലിക്കട്ട് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ഓഫീസേഴ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? മമാലിക്കട്ട് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയ നായിബ് അൽ മുൽക്ക് വാസ് അനദർ ഓഫീസർ സെർവിഡ് ലൈറ്റൻ ഓഫ് റിയലം. ഇവിടെ പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി അല്ലെ. ഹബീദുള്ള ഹബീദുള്ള എന്ന് പറയുന്ന വ്യക്തി ഇവരെ വിളിച്ചിരുന്ന പേരെന്താണ്? എക്സ്ട്രാ ഓർഡിനറി ഓഫീസേഴ്സ്. ഹിസ് പവേഴ്സ് വെയർ ഗ്രേറ്റർ ദാൻ ദ റീജൻ വാസ് സിംപ്ലി ബ്യൂറോക്രാറ്റ് ബട്ട് നായിബ് കുഡ് ബാക്ക് ആൻഡ് പവർ ഡിപ്പെൻഡ്സ് പേഴ്സണാലിറ്റി സുൽത്താൻ.
ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. എക്സ്ട്രാ ഓർഡിനറി ഓഫീസർ. എക്സ്ട്രാ ഓർഡിനറി എന്ന് എന്താണ്? നമ്മൾ പറയും എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള അത്രയും എന്താണ് സൂപ്പർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു ഓഫീസറിനെയാണ് എന്ത് വിളിക്കുന്നത്? നായിബ് അൽ മൽക്ക് എന്ന് വിളിക്കുന്നത്. ഇവിടെ ജസ്റ്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കാനായിട്ടുള്ളത് സുൽത്താൻ വാസ് നോട്ട് ക്യാപിറ്റൽ ഡിപ്പോട്ടീസ് ആൻഡ് നായിബിനെ റെപ്രസെന്റേറ്റ് ആബ്സെൻസോ. സുൽത്താൻ ഇല്ല എങ്കിൽ സുൽത്താന്റെ കാര്യങ്ങളെല്ലാം അവിടെ എന്ത് ചെയ്യുന്ന റെപ്രസെന്റേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ആര്? നായിബ് അൽ മൽക്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. എക്സ്ട്രാ ഓർഡിനറി ഓഫീസർ എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, നായിബ് അൽ മൽക്കാണ്. വാസ് അനദർ ഓഫീസർ എന്നാണ് പറയുന്നത്. മറ്റൊരു ഓഫീസറിനെയാണ് വിളിക്കുന്നത് നമ്മുടെ നായിബ് അൽ മൽക്ക് എന്ന് പറയുന്നത്. ഇനി ദിവാനി അറിസ്. എന്താണ് ദിവാനി അറിസ് എന്ന് പറഞ്ഞാൽ? ദിവാനി അറിസ് എന്ന് പറഞ്ഞാൽ മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് വാസ് ഹെഡഡ് ബൈ അരീസ് മമാലിക്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ദിവാനി അറിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിലിറ്ററിയുടെ എന്താണ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മുടെ എന്താണ് മമാലിക് എന്ന് വിളിക്കുന്നത്. ഹി വാസ് റെസ്പോൺസിബിൾ അഡ്മിനിസ്ട്രേറ്റിംഗ് മിലിറ്ററി അഫയേഴ്സ്. മിലിറ്ററി അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ദിവാനി അറിസ്. ശ്രദ്ധിച്ചിരിക്കാം, മിലിറ്ററി അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ദിവാനി അറിസ് എന്ന് പറഞ്ഞാൽ. ഹി ഇൻസ്പെക്ടഡ് ട്രൂപ്സ് മെയിൻറ്റെയിനിങ് ഇക്ത ഹോൾഡേഴ്സ്. He inspected troops maintained by the ഇക്ത ഹോൾഡേഴ്സ്. ഇക്ത ഹോൾഡേഴ്സുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബന്ധമുണ്ട് അല്ലെ? മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഹി ആൾസോ സൂപ്പർവൈസ് കമ്മീഷൻ ഡ്യൂട്ടീസ്. ട്രാൻസ്പോർട്ട്, സപ്ലൈ, ട്രാൻസ്പോർട്ട് ചെയ്യുക സുൽത്താന്റെ ആർമിയിൽ. അതുപോലെ തന്നെ അലാവുദ്ദീൻ ഖിൽജി ആയിട്ട് സം മെഷേഴ്സ് ആൻഡ് ഇൻട്രോഡ്യൂസ് മെയിൻറ്റെയിൻ ചെക്ക് റിക്രൂട്ട്മെന്റ് ക്വാളിറ്റി അല്ലെ? കാര്യങ്ങളെല്ലാം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എവിടെയുണ്ട്? നമ്മുടെ ദിവാനി അറിസിൽ ഉണ്ട്. ശ്രദ്ധിച്ചിരിക്കുക, ദിവാനി അറിസ് എന്ന് പറഞ്ഞാൽ ഒരു മിലിറ്ററി ഡിപ്പാർട്ട്മെന്റിലെ ഹെഡിനെയാണ് എന്ന് വിളിക്കുന്നത് ദിവാനി അറിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറീസി മമാലിക് എന്ന് വിളിക്കുന്നത്. ഈ വാസ് റെസ്പോൺസിബിൾ, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മിലിറ്ററി അഫയേഴ്സ്. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മിലിറ്ററി അഫയേഴ്സിനാണ് അദ്ദേഹത്തിന്റെ എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇനി ആർമി ഓർഗനൈസേഷൻ എന്താണെന്ന് നോക്കിക്കുക. ആർമി ഓർഗനൈസേഷനിൽ ഇവിടെ ഒരു പേര് നോക്കി വെക്കുക. എന്താണ്? there was separate judicial setup army known as ഹോസി ലഷ്കർ. ആ പേരൊന്ന് ഓർത്ത് വെക്കുക. ഹോസി ലഷ്കർ എന്ന് പറയുന്നത് വിച്ച് വാസ് എ മിലിറ്ററി കോർട്ട് വിച്ച് അഡ്മിനിസ്ട്രേറ്റ് മെറ്റീരിയൽ റോൾസ്. ജുഡീഷ്യൽ സെറ്റപ്പ് ആർമി നോൺ as. ജുഡീഷ്യൽ സെറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ഹോസി ലഷ്കർ എന്ന് വിളിക്കുന്നത്. അതൊന്നും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല, എല്ലാം നമുക്ക് പഠിക്കാനായിട്ട് കഴിയില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കാം. ഇനി അടുത്ത് ദിവാനി റിസലത്ത്. ദിവാനി റിസലത്ത് എന്ന് പറയുന്നത് എന്താണ്? ദിവാനി റിസലത്ത് വാസ് ഹെഡഡ് ബൈ ദ സദർ ഈ സുൽത്താൻ. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ സദർ അല്ലെ? ദിവാനി ഹി വാസ് ഹയസ്റ്റ് റിലീജിയസ് ഓഫീസർ. ഒരു മതപരമായ ഓഫീസറിനെയാണ് എന്ത് വിളിക്കുന്നത്? ദിവാനി റിസലത്ത് എന്ന് പറയുന്നത്. മതപരമായ ഓഫീസർ അല്ലെങ്കിൽ മതപരമായ എന്താണ് കാര്യങ്ങൾ ചെയ്യുന്ന ആ പണ്ഡിതൻ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ ചെയ്യുന്നവർ. നമ്മൾ പറയില്ലേ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന പോലെ, കലാ സാംസ്കാരിക മന്ത്രി എന്ന് പറയുന്നത് പോലെ ഇവിടെ പറയുന്നുണ്ട് മതപരമായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് എന്ത് വിളിക്കുന്നത്? നമ്മുടെ റിലീജിയസ് ഓഫീസറിനെയാണ് ദിവാനി റിസലത്ത് എന്ന് വിളിക്കുന്നത്. ഹി ടുക്ക് കെയർ സെലസ്റ്റിക്കൽ അഫയേഴ്സ്. സെലസ്റ്റിക്കൽ അഫയേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? സഭാ കാര്യങ്ങള് ആൻഡ് അപ്പോയിന്റഡ് ഹോസീസ്. ഹോസികളെ നമ്മൾ പഠിച്ചു. ഹോസി ഓൾറെഡി പഠിച്ചു നമ്മൾ. മുസ്ലിംകാരിലെ പണ്ഡിതരായിട്ടുള്ള കാര്യങ്ങളാണ് ഹോസികൾ. അവരെ അപ്പോയിന്റ് ചെയ്യുക, അതുപോലെ തന്നെ സഭാ കാര്യങ്ങൾ എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക. ഇതെല്ലാം ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ റിസലത്തിന്റെ ഡ്യൂട്ടിയാണ്. ദിവാനി റിസലത്തിന്റെ ഡ്യൂട്ടിയാണ്. ഹി അപ്രൂവ്ഡ് വേരിയസ് ഗ്രാൻസ് ആൻഡ് വഖഫ് റിലീജിയസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് വാസിഫ ആൻഡ് ഇദ്രാൻ ലേൺഡ് ടു പുവർ. ഇവിടെ നോക്കിയാൽ ഹി അപ്രൂവ്ഡ് വേരിയസ് ഗ്രാൻസ്. വഖഫിന് വേണ്ടിയിട്ട് ധാരാളം എന്ത് ചെയ്യുന്നുണ്ട്? വേരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഗ്രാൻസ് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് റിലീജിയസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണ്ടിയിട്ടും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ധാരാളം ഗ്രാൻസ് എന്ന് പറയുന്നത് എന്താണ്? സാമ്പത്തികമായ സഹായങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ദിവാനി റിസലത്ത്. ദിവാനി റിസലത്തിന് ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചിരിക്കാം. ദിവാനി റിസലത്ത് എന്ന് പറഞ്ഞതാണ് ഹെഡഡ് ആണ്. ഹെഡഡ് ബൈ ദ സദർ സുദർ. അതായത് ഹയസ്റ്റ് റിലീജിയസ് അല്ലെങ്കിൽ മതപരമായ കാര്യത്തിലെ ഒരു ഓഫീസറെയാണ് എന്ത് വിളിക്കുന്നത്? ദിവാനി റിസലത്ത് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സെലസ്റ്റിക്കൽ കാര്യങ്ങൾ. സെലസ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ സഭാ കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ ഹോസികളെ അപ്പോയിന്റ് ചെയ്യുക. നമ്മുടെ സഭാ കാര്യങ്ങൾ നോക്കുക. പിന്നെ വഖഫിനെ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ വഖഫിന് ഗ്രാന്റ് കൊടുക്കുക. റിലീജിയസ് ആയിട്ടുള്ളതും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? കൊടുക്കുക. ഇതെല്ലാം നമ്മുടെ എന്താണ്? നമ്മുടെ ഈ ഒരു നമ്മുടെ ദിവാനി റിസലത്തിന്റെ ഡ്യൂട്ടീസ് ആണ്. ഓക്കെ, ഇനി ഇത് സുൽത്താൻ ഹെഡഡ് ദ ജുഡീഷ്യറി ആൻഡ് വാസ് ദ ഫൈനൽ കോർട്ട് ഓഫ് അപ്പീൽ ഇൻ ബോത്ത് സിവിൽ ആൻഡ് ക്രിമിനൽ മാറ്റേഴ്സ് ത്രൂ ദിവാനി മസ്ലിം. ശ്രദ്ധിച്ചിരിക്കുക, സുൽത്താൻ ഹെഡഡ് ആണ് ജുഡീഷ്യറി ആൻഡ് വാസ് ഫൈനൽ കോർട്ട്.
Sultan headed judiciary and was final court appeal both civil criminal matters through Diwan-e Masla. അതായത് ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങളും സിവിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് കൊടുക്കുന്നുണ്ട്, അതിന് മാറ്റേഴ്സ് ഒക്കെ ത്രൂ Diwan-e Masla. In the absence of the Sultan, it was presided over the Amir Idar. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നിങ്ങൾ എന്താണെന്ന് മാത്രം പഠിക്കുക. ഇപ്പം ഓരോ ആൾക്കാർ തന്നിട്ട് നിങ്ങൾ ഫ്ലോ ചാർട്ട് തരാൻ അല്ലെങ്കിൽ ചേരുമ്പടി ചേർക്കാൻ അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാം. ഒരു സൈഡിൽ ദിവാൻ അറീസ് എന്നും അതുപോലെ മാംലൂക്ക് എന്നും ഇങ്ങനെ കുറെ കാര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ ഇവിടെ ചേരുമ്പടി ചേർക്കാനെങ്കിൽ ഇവിടെ തരിക റിലീജിയസ് സെറിമണി എന്ന്, അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ ചൊല്ലും. നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ ദിവാൻ-ഇ റസലത്ത് എന്ന് കണ്ടാൽ നിങ്ങൾ പെട്ടെന്ന് എടുക്കുക റിലീജിയസ് ആയിട്ടുള്ള എന്താണ് മിനിസ്റ്റർ അല്ലെങ്കിൽ ഓഫീസറിനെയാണ് എന്ത് വിളിക്കുന്നത്, ദിവാൻ-ഇ റസലത്ത്. അതുകൊണ്ട് എല്ലാം കാടുകാർ പഠിക്കാൻ നിൽക്കേണ്ട, എന്താണ് ആ ഒരു വൺ വേർഡ് എന്ന് മാത്രം എന്ത് ചെയ്യുക, പഠിച്ച് വയ്ക്കുക. ഓക്കെ, ഇത്രയൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ദിവാനി ഇൻഷ. എന്താണ് ദിവാനി ഇൻഷ? ദിവാനി ഇൻഷ എന്ന് പറഞ്ഞാൽ എന്താണ്, ആഫ്റ്റർ സ്റ്റേറ്റ് കറസ്പോൺസ്, സംസ്ഥാനങ്ങളുടെ എന്താണ് കറസ്പോൺസ് ആയിട്ടുള്ള ഹെഡഡ് ബൈ ദ ദാബിർ and Mamluk department deals and correspond between Sultan and other rules between Sultan provisional governments. ഒരു പ്രാദേശിക ഗവൺമെന്റിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന വ്യക്തിയാണ് എന്ത് വിളിക്കുന്നത്, ദിവാനി ഇൻഷ എന്ന് പറയുന്നത്. ഈ വാസ് അസിസ്റ്റന്റ് നമ്പർ ഓഫ് ദാബീസ്, ധാരാളം ദാബിർമാരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. This looked after those personal correspondents were known as Hatban Has. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ സ്റ്റേറ്റ് കറസ്പോൺസ്. എന്തിനാണ് ദിവാൻ ഇൻഷ പ്രാധാന്യം കൊടുക്കുന്നത്, സ്റ്റേറ്റ് കറസ്പോൺസ്. ഓക്കെ, ഹെഡ് ദാബിർ മാബിൽ, ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്, ദാബിർ മമാലിക്. ഓക്കെ, അത്രയൊന്ന് പഠിച്ചു, അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ വലിച്ചു വാരിയിട്ട് പഠിക്കാനായിട്ട് നിൽക്കണ്ട. ഇനി ബാർഡിസ്. ബാർഡിസ് എന്ന് പറയുന്നത് ന്യൂസ് റിപ്പോർട്ട്സിനെയാണ് എന്ത് വിളിക്കുന്നത്, ബാർഡിസ് എന്ന് പറയുന്നത്. ന്യൂസ് ഏജൻസി ഉണ്ടല്ലോ, ന്യൂസ് ഏജൻസിയിലെ റിപ്പോർട്ട്സിനെ അവരുടെ ആ ഒരു ടീമിനെയാണ് എന്ത് വിളിക്കുന്നത്, ബാർഡിസ് എന്ന് വിളിക്കുന്നത്. അതായത് ആ സമയത്തും അതിന്റെ അർത്ഥം ന്യൂസും കാര്യങ്ങളും അതുപോലെ പത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മാധ്യമ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് തെളിവ്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ ആണ് ലോക്കൽ, അവിടെ ലോക്കൽ ബാർഡീസ് ഉണ്ട്. ന്യൂസ്, അതായത് നമുക്കറിയാം ന്യൂസ് വായിക്കുന്നത് ഒരു ടീമാണ്, ഒരു ടീം വർക്കാണ്. അതായത് റീഡ് ചെയ്യുന്നവരുണ്ട്, ന്യൂസ് കളക്ട് ചെയ്ത് കൊണ്ടു കൊടുക്കുന്നവരുണ്ട്, അതിൽ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ പോകുന്നുണ്ട്, ജേർണലിസ്റ്റ് ഉണ്ട്, അങ്ങനെ ഓരോ ഇവിടെ കാര്യങ്ങളുണ്ട്. ഇവിടെ നോക്കിക്കേ സെൻട്രൽ ഓഫീസേഴ്സ്, അതുപോലെ തന്നെ എന്താണ് ബാർ റിപ്പോർട്ട് മേറ്റ് സ്റ്റേറ്റ്. അവർ എന്തിനെ കുറിച്ചൊക്കെയാണ്, വാറിനെ കുറിച്ച് ന്യൂസ് കളക്ട് ചെയ്യുക, റെബലിനെ കുറിച്ച് ന്യൂസ് കളക്ട് ചെയ്യുന്നുണ്ട്, ലോക്കൽ അഫയേഴ്സിനെ കുറിച്ച്, അഗ്രികൾച്ചർ കൃഷി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂസ് കളക്ട് ചെയ്തുകൊണ്ട്. നമ്മൾ ടി വിയിൽ തന്നെ ഒരു ദിവസത്തെ ന്യൂസിൽ നമുക്കൊരു കാര്യം മാത്രമാണോ അറിയാൻ കഴിയുന്നത്, ഡേ ടു ഡേയിൽ നടക്കുന്ന ദൈനംദിനം നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതുപോലെ ഇവരുടെ എന്തെന്ന് പറയുന്നത് ഒരു ന്യൂസ് റിപ്പോർട്ടേഴ്സ് ആണ്. ന്യൂസ് റിപ്പോർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അവർ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്, എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന മാറ്റർ ഏതൊക്കെയാണ്, സ്റ്റേറ്റിനെ കുറിച്ച്, സംസ്ഥാനത്തെ കുറിച്ച്, സംസ്ഥാനം നടക്കുന്ന വാറിനെ കുറിച്ച്, വാറെന്ന് പറഞ്ഞാൽ എന്താണ്, യുദ്ധങ്ങളെ കുറിച്ച്, പിന്നെ ലോക്കൽ അഫയേഴ്സ് പ്രാദേശിക കാര്യങ്ങളെ കുറിച്ചും അഗ്രികൾച്ചറിനെ കുറിച്ചും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ പറയുന്നുണ്ട് ദ ഓഫീസ് എക്സിസ്റ്റൻ ഫ്രം ദ വെരി ഇൻസ്പെക്ഷൻ ആൻഡ് സുൽത്താൻ ഹുദ്ബുദ്ദീൻ ഐബക്ക് റിപ്പോർട്ടഡ് ടു ഹാവ് ഇൻ ഓൺ ബാരിസ്. മനസ്സിലായോ? ഇവിടെ പറയുന്നുണ്ട് ഹുദ്ബുദ്ദീൻ ഐബക്ക്, നമുക്ക് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഒരാളാണ് ഹുദ്ബുദ്ദീൻ ഐബക്ക് റിപ്പോർട്ടഡ് ടു ഹാവ് ഓൺ ബാരിസ്. അത് മനസ്സിലാവുന്നുണ്ടല്ലോ. അദ്ദേഹം ഈ പത്രപ്രവർത്തനത്തിലൊക്കെ ഉണ്ടായിരുന്നു. ത്രൂ അണ്ടർ ദ സ്റ്റേറ്റ് റൂളേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ അതൊന്നും ജസ്റ്റ് ഒന്നും പഠിച്ചിരിക്കാൻ അലാവുദ്ദീൻ ഖിൽജിയുടെ കാര്യങ്ങളൊക്കെ ഒന്നും പറയുന്നുണ്ട്. ജസ്റ്റ് ഇത്രയും മാത്രം നോക്കി വെക്കാം. എന്താണ്, ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. ന്യൂസ് റിപ്പോർട്ടർ മാറ്റർ എന്ന് പറയുമ്പോൾ ആരായിരുന്നു, നമ്മുടെ എന്താണ് വാസും, അതുപോലെ തന്നെ ലോക്കൽ അഫയേഴ്സ്, ഫിനാൻസ്, അഗ്രികൾച്ചർ, സ്റ്റേറ്റ്, അതുപോലെ തന്നെ റെബലിയൻസ്, വിപ്ലവങ്ങൾ, ഇതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ന്യൂസിൽ പ്രമേയമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ ന്യൂസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ വിഷയമായിരുന്നു. അതൊന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്ത എന്താണ് ഇക്ത, ഇമ്പോർട്ടന്റ് ആണ്, ഇതൊന്ന് പഠിക്കുക. ഇക്ത എന്ന് പറയുമ്പോൾ എന്താണ്, ദ ന്യൂ റൂളേഴ്സ് ബ്രോഡ് ദ വിത്ത് ദ ഇക്ത സിസ്റ്റം കമ്പൈൻ ടു ഫങ്ഷൻസ്, റവന്യൂ കളക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇക്ത എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് കാര്യങ്ങളുമായിട്ട് ബന്ധമുള്ളതാണ്. ഇക്ത എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുമായിട്ട് ബന്ധമുള്ളതാണ്. റവന്യൂ കളക്ഷനുമാണ്, ഡിസ്ട്രിബ്യൂഷനുമാണ്. ഇക്ത എന്ന് പറയുമ്പോൾ എന്താണ്, റവന്യൂ കളക്ഷനുമാണ്, ഡിസ്ട്രിബ്യൂഷനുമാണ്. കളക്റ്റും ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂഷൻ, വിതരണത്തിന്റെയും ആണ്, ഉൽപാദനത്തിന്റെയും കാര്യങ്ങളും ആണ്. മനസ്സിലാവുന്നു, ഡിസ്ട്രിബ്യൂഷനും ആണ്. ഓക്കെ, ഇമ്മീഡിയറ്റ് യൂണിറ്റി ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ. ഇക്ത വാസ് ദ ടെറിട്ടറിയൽ അസൈൻമെന്റ് ആൻഡ് ഇറ്റ്സ് ഹോൾഡർ വാസ് കാൾഡ് മുക്തി ആൻഡ് വാലി. ഇക്ത ചെയ്യുന്ന ആ ഒരു പ്രാദേശിക സ്ഥലം ഉണ്ടല്ലോ, പ്രാദേശികമായ ടെറിട്ടോറിയൽ ആയിട്ടുള്ള കാര്യം ഉണ്ടല്ലോ, അവിടെ എന്ത് വിളിക്കുന്നു, അതിന്റെ ഹോൾഡറിനെ എന്ത് വിളിക്കുന്നു, മുക്തി അല്ലെങ്കിൽ വാലി എന്ന് വിളിക്കുന്നു. നമുക്കത് അങ്ങോട്ട് പഠിക്കാനായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തൊട്ട് വായിക്കാം, തൊട്ട് മനസ്സിലാക്കി വയ്ക്കുക. എന്താണ് മുക്തിയും വാലി എന്ന് പറയുന്നത്, എന്താണ്, ഇക്ത ഹോൾഡേഴ്സിനെയാണ് എന്ത് വിളിക്കുന്നത്,
മുക്തി എന്നും വാലി എന്നും അറിയപ്പെടുന്നത്. ഇവിടെ നോക്കിക്കേ, ഇൻഷ്യൽ ടർക്കീസ് ആൻഡ് കൗൺസ് ഇൻ 13th സെഞ്ചുറി, 13ാം നൂറ്റാണ്ട് തൊട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇക്തയുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക, ഇക്ത സമ്പ്രദായം മുസ്ലിം ഭരണങ്ങളിൽ നിലനിന്നിരുന്ന ഒരു എന്താണ്, ഭൂമി വിതരണ സമ്പ്രദായമായിരുന്നു. ഒരു ഭൂമി വിതരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, എന്താണ്, ഒരു പ്രദേശത്തെ ഭൂമിയുടെ കാര്യങ്ങളെല്ലാം ഓരോരാൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു വിതരണം ചെയ്യുന്നതാണ്. ലാൻഡ് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. ഇതിൽ ഭരണാധികാരികൾ എന്താ ചെയ്തിരുന്നത്, സൈനിക ഉദ്യോഗസ്ഥർക്കും മറ്റു ആളുകൾക്കും നികുതി പിരിക്കാനുള്ള അധികാരത്തോടെ ഭൂമി പതിച്ചു നൽകി. അതായത് ഇപ്പൊ എനിക്കൊരു കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ആ ഒരു പ്ലോട്ടിനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കും അല്ലെ. വേറൊരു ഭരണാധികാരികൾ സൈനിക ഉദ്യോഗസ്ഥർക്കും മറ്റാളുകൾക്ക് അവിടത്തെ നികുതി പിരിക്കാം. എന്റെ സ്ഥലത്ത് ഞാൻ അവർക്ക് കൊടുക്കും, അവിടെ നികുതി പിരിക്കാം, അവിടെ ഭരണം നടത്താനൊക്കെ എന്ത് ചെയ്യും, ഞാൻ പതിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അവരുടെ എന്തായിട്ട് മാറുന്നു, സാലറി ആയിട്ട് ഞാൻ കൊടുക്കുന്നു. അപ്പൊ അവർക്ക്, എന്നെ സേവിക്കുന്നവർക്ക് ഞാൻ എന്ത് കൊടുക്കുന്നു, ഒരു പ്ലോട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ആ പ്ലോട്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവർ കൃഷിയോ എന്തോ ചെയ്യാം, അവിടെ എന്ത് ചെയ്യും, നികുതി പിരിക്കാം. ഇതെല്ലാം ആരുടെ ഡ്യൂട്ടിയാണ്, ഇവരുടെ ഡ്യൂട്ടി ആയിട്ട് ഇവർക്ക് എടുക്കാം. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവിടെ എന്തായിട്ട് എടുക്കുക, ശമ്പളം, സാലറി ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കുക. അപ്പൊ പ്രത്യേകിച്ച് എക്സ്ട്രാ സാലറി കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇതിനെയാണ് എന്ത് സിസ്റ്റം എന്ന് പറയുന്നത്, ഇക്ത സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ഇക്ത എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ 13ാം നൂറ്റാണ്ട് കാര്യങ്ങളൊക്കെ നമ്മളവിടെ പറയുന്നുണ്ട്. ഇക്ത എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇക്ത സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താണ്, മുസ്ലിം ഭരണത്തിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക് ട്രഡീഷനിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ് ഇക്ത എന്ന് പറയുന്നത്. ഇതൊരു ഭൂമി വിതരണമാണ്. ശ്രദ്ധിച്ചിരിക്കാൻ, ലാൻഡ് എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെയാണ് കാൾഡ് ഇക്ത അല്ലെ. ലാൻഡ് റവന്യൂ സിസ്റ്റത്തെയാണ് എന്ത് വിളിക്കുന്നത്, നമ്മുടെ ഇക്ത എന്ന് പറയുന്നത്. ലാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുക അല്ലെ, അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുക. പിന്നെ അത് എന്ത് ചെയ്യുന്നു, ഭരണാധികാരികൾക്ക് സൈനിക ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യുന്നു, ആളുകൾക്ക് നികുതി പിരിക്കാനുള്ള അധികാരത്തോടെ എന്ത് ചെയ്യുന്നു, ആ സ്ഥലത്ത് നികുതി വേണോ എന്ത് വേണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അതിൽ നിന്ന് എന്ത് കിട്ടിയാൽ ആർക്കാണ്, നിങ്ങൾക്കാണ്, അത് നിങ്ങളുടെ സാലറി ആയിട്ട് എന്ത് ചെയ്യണം, എടുക്കണം. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഇക്ത സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് മുക്തി വാലി, അതിപ്പോ നമ്മൾ നോക്കിയ കാര്യമാണ്. മുക്തി വാലി എന്ന് പറഞ്ഞാൽ എന്താണ്, ദ പ്രൊവിനൻസ് വെയർ നോൺ ആസ് വിദായത് ആൻഡ് ഇക്ത. ഇവിടെ പ്രവിശ്യകൾ, വാലികളുടെ സ്ഥാനം മുക്തികളെക്കാൾ ഉയർന്നതായിരുന്നു. ശ്രദ്ധിച്ചിരിക്കാം, വാലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു, വാലി മുക്തി എന്ന് പറയുമ്പോൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന റാങ്ക് ഹോൾഡേഴ്സിനാണ് എന്ത് വിളിക്കുന്നത്, മുക്തി എന്നും വാലി എന്നും വിളിക്കുന്നത്. അപ്പോ ഈ വാലികളുടെ സ്ഥാനം എന്ത് ചെയ്യുന്നു, മുക്തികളെക്കാൾ എന്ത് ചെയ്തിരുന്നു, ഉയർന്നിരുന്നു അല്ലെ. വാലികളുടെ സ്ഥാനം ഹൈ പൊസിഷൻ ആർക്കുണ്ടായിരുന്നു, മുക്തികൾക്കാളും എന്ത് ചെയ്തിരുന്നു, ഉയർന്നിരുന്നു. ദ പ്രൊവിഷണൽ ഗവേണൻസ് ആൻഡ് മുക്തീസ് ആൻഡ് വാലി, അവർ പൊസിഷൻ വാലി അപ്പിയേഴ്സ് ആൻഡ് ഹയർ ദാൻ ദ മുക്തീസ് ഫോർ വി ഡു നോട്ട് ഹിയർ ആൻഡ് അപ്പോയിന്റ്മെന്റ് വാലീസ് ആൻഡ് സ്മാളർ പ്രൊവിഷൻസ്. എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ്, ഇവർക്ക് നല്ലൊരു എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് ഉണ്ട്. പവേഴ്സ് എന്ന് എന്താണ്, അധികാരം ഇവർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ മുക്തി വാലി എന്താണ് നോക്കി വെക്കുക. ഇവിടെ പറയുന്ന പ്രൊവിഷണൽ ഗവേണേഴ്സിനെയാണ്, അതായത് ആ സ്ഥലത്തുള്ള പ്രൊവിഷണൽ ഗവേണേഴ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, മുക്തി എന്നും വാലി എന്നും. അതേ പ്രദേശത്തെ ശമ്പളം റാങ്ക് ഹോൾഡേഴ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, മുക്തി എന്നും വാലി എന്നും വിളിച്ചിരുന്നത്. ഇനി അടുത്ത് നമുക്ക് മെയിൻ ആയിട്ട് അവിടെ കാര്യങ്ങൾ നോക്കാനായിട്ടുള്ളത് പോസ്റ്റൽ സിസ്റ്റം. എന്താണ് പോസ്റ്റൽ സിസ്റ്റം? പോസ്റ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം, നമ്മൾ പഠിച്ചു, പത്രമുണ്ട് അവിടെ, പിന്നെ എന്തൊക്കെയുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഡൽഹി സുൽത്താന്റെ കാര്യങ്ങളാണ് നോക്കുന്നത്, ഡൽഹി സുൽത്താന്റെ ഫീച്ചേഴ്സ് ആണ്. അപ്പൊ അവിടെ പത്രത്തിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഭരണത്തെ ഇങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ടെന്ന്. ഇനി പോസ്റ്റൽ സിസ്റ്റം, സുൽത്താനേറ്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ത്രൂ ദ പോസ്റ്റൽ സിസ്റ്റം ഹൈലി എഫിഷ്യന്റ് ആൻഡ് ക്വിക്ക്. നല്ല കാര്യക്ഷമമായിട്ടുള്ളതും അതുപോലെ സ്പീഡിൽ ക്വിക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, സ്പീഡിലുമായിട്ടുള്ള ഒരു എന്തുണ്ട്, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഇവർക്ക് ഉണ്ടായിരുന്നു. ആർക്കുണ്ടായിരുന്നു, നമ്മുടെ ഡൽഹി സുൽത്താനേറ്റുകാർക്ക് ഉണ്ടായിരുന്നു. Al Umari and Masalik al Absar consider better than the practice in Syria and Egypt. ഇവിടെ നോക്കിക്കേ, അൽ ഉമാരി ആൻഡ് മസ്ലാക്കി എന്ന് പറയുന്ന വ്യക്തികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എവിടെയാണ്, സിറിയയിലെ, ഈജിപ്തിൽ. ഡീറ്റെയിൽ വർക്കിംഗ് ദ സിസ്റ്റം അണ്ടർ ദ അലൗദ്ദീൻ ഖിൽജി, മുഹമ്മദ് ബിൻ തുഗ്ലക്, പ്രൊവൈഡ് ഇബൻ ബത്തൂത്ത, അൽ ഉമാരി ആൻഡ് അവിടെ ഒരു പത്രക്കട്ടിക്സിന്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റൽ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക, എന്തൊക്കെയാണ്, അപ്പൊ ഒരു നല്ലൊരു കാര്യക്ഷമമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ സുൽത്താനേറ്റിൽ ഉണ്ടായിരുന്നു. ഹൈലി എഫിഷ്യന്റ് ആയിരുന്നു. ഹൈലി എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല കാര്യക്ഷമമായിട്ടുള്ളതായിരുന്നു. ക്യുക്കായിരുന്നു. ക്യുക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ എന്താണ്, നല്ല എന്തായിരുന്നു, ക്യുക്ക് എന്ന് പറയുമ്പോൾ സ്പീഡിലായിട്ടുള്ള ഒരു പോസ്റ്റൽ സിസ്റ്റം ആയിരുന്നു. ഉമാരി ആൻഡ് മസാലിക് അബ്സർ കൺസിഡർ ബെറ്റർ ദാൻ ദ പ്രാക്ടീസ് സിറിയ ആൻഡ് ഈജിപ്റ്റ്. സിറിയയിലും ഈജിപ്തിലും എന്ത് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ട് ഡീറ്റെയിൽ വർക്കിംഗ് സിസ്റ്റം അണ്ടർ ദ അലാവുദ്ദീൻ ഖിൽജി, മുഹമ്മദ് ബിൻ തുഗ്ലക്, പ്രൊവൈഡ് ഇബൻ ബത്തൂത്ത. ഓക്കെ, അത് ജസ്റ്റ് അത്രയൊന്നും എന്ത് ചെയ്യുക, വായിച്ച് വെക്കാം. അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് ഒന്ന് സിമ്പിൾ ആയിട്ട്, ഇപ്പൊ എന്താണ് മുക്തി,
ഇക്ത എന്താണ്? ഇക്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്ഥലത്തെ കുറിച്ച് എന്ത് ചെയ്യും? നികുതി പിരിക്കാനുള്ള ഒരു കാര്യത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഇക്ത എന്ന് വിളിക്കുന്നത്. അതുപോലെ ന്യൂസ് റിപ്പോർട്ടേഴ്സ്, ദിവാൻ ഇൻഷ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ് കറൻസി, കത്തിടപാടുകളാണ്. ദിവാൻ ഇൻഷ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് കത്തിടപാടുകളെയാണ് എന്ത് വിളിക്കുന്നത്? ദിവാൻ ഇൻഷ എന്ന് പറയുന്നത്. ഇക്ത സിസ്റ്റം എന്താണ്? ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതൊന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഇതിലൊന്ന് ചോദിക്കുന്ന എന്താണ് വക്കീൽദാർ ആരായിരുന്നു, ഡ്യൂട്ടീസ് എന്താണെന്ന് ചോദിക്കാം. ഡ്യൂട്ടീസ് എന്തൊക്കെയായിരുന്നു? ഹൗസ് ഹോൾഡ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ രാജാവിന്റെ കാര്യങ്ങൾ, രാജാവിന്റെ പത്നിയുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നോക്കണം അല്ലെ? ഇതെല്ലാം എന്താണ്? നമ്മുടെ ഈ വക്കീൽദാറുമായിട്ട് ബന്ധപ്പെട്ട് അമീർ ഹാജിബ് ഒക്കെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, റോയൽ ഹൗസ് ഹോൾഡ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നോക്കാനായിട്ടുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്യാം. നോട്ട് നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ സ്വന്തമായിട്ട് ഒരു ലെക്ചർ നോട്ട് എന്ത് ചെയ്യുക? കീപ്പ് ചെയ്ത് വെക്കുക. അപ്പൊ എത്രത്തോളം ഞങ്ങൾ തരുന്നതിനേക്കാൾ നിങ്ങളുടെ സ്വന്തം കൈപ്പിടൽ എഴുതുന്നത് എപ്പോഴും ബെസ്റ്റ് ആയിരിക്കും. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് നോക്കുക. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. വലിയ ടഫൊന്നും അല്ല ഇത്. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് ഓടിച്ചൊന്നും എന്താണെന്ന് അർത്ഥം മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഇതിന് ചോദിക്കുന്ന 1-2 ക്വസ്റ്റ്യൻ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ. അത് നിങ്ങളൊന്ന് ലാസ്റ്റ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാനായിട്ടുണ്ട്. അപ്പൊ ഈ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൂടെ നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം പക്കയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇപ്പൊ 4 ചാപ്റ്ററോളം ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അന്നെന്നുള്ളത് ഒരു ദിവസം ഒരു ചാപ്റ്റർ എന്നുള്ള രീതിയിലെങ്കിൽ എന്ത് ചെയ്യുക? വായിക്കുക, പഠിക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യുക? ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതുപോലെ ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നോട്ട് എഴുതി പഠിക്കുക ഒക്കെ ചെയ്യുക. അപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയും. അപ്പൊ നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയം ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കോഴ്സിനെ കുറിച്ച് എന്ത് സംശയമുള്ള കുട്ടികളാണെങ്കിലും അത് മുതിർന്നവർക്കായാലും എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്യാം. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ എപ്പോഴും എന്ത് ചെയ്യും? നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പൊ നിങ്ങളുടെ എന്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഞങ്ങളെ അറിയിക്കാം. അപ്പം എല്ലാം നിങ്ങൾക്ക് ഒന്ന് പഠിക്കാനായിട്ട് കഴിയട്ടെ. ഈ ഒരു പോർഷൻ 4 ചാപ്റ്ററോളം ഉണ്ട്. ഈ എല്ലാ ചാപ്റ്റേഴ്സും നന്നായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും